ഹായ് ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ചെറിയ ചെറിയ ഹാബിറ്റ്സിനെ പറ്റിയിട്ട് സംസാരിക്കാമെന്ന് കരുതി കേട്ടോ. അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല, അതായത് വളരെ ചെറിയ, എന്നാൽ അത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റുവാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അധികം വലിച്ചു നിൽക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരു ചെറിയ കാര്യം തന്നെ കുറേ കാലം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താലേ നമുക്ക് നല്ലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആക്ച്വലി എനിക്ക് ആ ഒരു തോട്ട് വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു. അതിനകത്ത് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ സഹിതം ഒരു വീഡിയോ കണ്ടു. വീഡിയോയിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കല്ലിലോട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന ഒരു വീഡിയോ ആണ്. എന്നിട്ട് അതിന്റെ ക്യാപ്ഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം, അതായത് ഒരു കല്ലിലോട്ട് നമ്മൾ കുറേ വെള്ളം ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും ആ കല്ലിന് സംഭവിക്കത്തില്ല. എന്നാൽ ആ വെള്ളം കുഞ്ഞിതായിട്ട് വീഴുന്നത് കൊണ്ട്, വർഷങ്ങളായിട്ട് അങ്ങനെ വീണിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ചാല് പോലെ ക്രിയേറ്റ് ആയിട്ട് ആ കല്ലിന്റെ ഷേപ്പേ അങ്ങോട്ട് മാറി. അപ്പോൾ ആ ക്യാപ്ഷനും അത് തന്നെയായിരുന്നു, നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു മാറ്റം വരുള്ളൂ എന്നുള്ള രീതിക്ക്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ എന്നെ കുറേ ചിന്തിപ്പിച്ചു. സത്യമല്ലേ ഇത്? നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു കല്ലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ, ആ ഒരു കല്ല് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അല്ല വേറൊരു ഷേപ്പിലോട്ട് മാറിപ്പോകുന്നത്. അത് ഒരുപാട് കാലത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ ഇങ്ങനെ നടന്നിട്ടാണ് ലാസ്റ്റ് അത് വേറൊരു ഷേപ്പിലോട്ടേ മാറിപ്പോകുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ വളരെ ചെറിയ, ഇപ്പോൾ ഒരു ഡ്രോപ്പ് വെള്ളം ഇങ്ങനെ കുറച്ച് വീഴുന്നത് പോലെ, വളരെ ഒരു ഡ്രോപ്പ് പോലത്തെ അത്രയും വളരെ ചെറിയൊരു കാര്യം നമ്മൾ കുറേ കാലം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല ട്രാൻസ്ഫോർമേഷൻസ് ലൈഫിൽ സംഭവിക്കുക എന്നുള്ളത് എനിക്ക് അന്നേരം അത് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഏതാണ്ട് ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന, എന്നാൽ അത് എനിക്ക് ഇപ്പം നല്ല കാര്യങ്ങളായിട്ട് മാറിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന്. എല്ലാം 3-4 വർഷം മുന്നേ തുടങ്ങിയതല്ല, ചിലതൊക്കെ തുടങ്ങിയത് 1 വർഷം മുന്നേയും ചിലതൊക്കെ 2 വർഷം മുന്നേ, അങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ എണീച്ച പടം ഫോൺ നോക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതായത് ബെഡിൽ നിന്ന് പോലും ഞാൻ എണീക്കത്തില്ല. ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ വേഗം സൈഡിലുള്ള ഫോൺ എടുക്കും, വാട്സപ്പിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് ഒക്കെ കാണും, വന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കും, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കയറും, സ്റ്റോറീസ് നോക്കും, റീൽസ് കാണും. ഇതായിരുന്നു ഒരു ദിവസം രാവിലെ ഞാൻ എണീച്ച് ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ ഞാൻ ബെഡിൽ കിടന്നിട്ട് അങ്ങനെ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ വീണ്ടും ഫോൺ എടുക്കും, വീണ്ടും സെയിം ഇതേപോലെ തന്നെ എന്തൊക്കെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, ആരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയായിരുന്നു ഒരു സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാനത് നിർത്താനുള്ള റീസൺ, എനിക്ക് എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ടിലൊന്നല്ല ഞാൻ നിർത്തിയത്. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഫോൺ നോക്കും, എനിക്ക് എന്തോ ഒരു തലവേദന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ആ ഒരു ദിവസം എനിക്ക് എന്തോ ഒരു ഫ്രഷ് അല്ലാത്തൊരു പോലെയും എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഫീൽ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, ഇനി മുതൽ രാവിലെ എണീച്ച പാടെ ഫോൺ നോക്കരുത്, പകരം നമ്മൾ രാവിലെ എണീച്ച് ഫോണേ നോക്കരുത്, ഫോൺ മാറ്റി വെക്കുക, എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് പല്ലൊക്കെ തേച്ച് ഒന്ന് പ്രകൃതിനെയൊക്കെ ഒന്ന് കണ്ട് നടന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. ആൻഡ് ഞാനത് ഫോളോ ചെയ്യാൻ തുടങ്ങി. പതുക്കെ എൻ്റെ ഫോൺ രാവിലെ എണീച്ചിട്ടുള്ള ആ ഫോൺ നോക്കൽ നിർത്തി. ഞാൻ രാവിലെ പുറത്തോട്ട് ഇറങ്ങും, എന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കും, അതുപോലെ വർത്തമാനം പറയും, ആൾക്കാരോട് വർത്താനം പറയും, അതായത് വീട്ടിലുള്ള ആൾക്കാരോട് വർത്താനം പറയുക. അങ്ങനെ കുറെ ആയപ്പം പതുക്കെ ആ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് കുറഞ്ഞു. അതേപോലെ തന്നെ ഓരോ തവണയും നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് വേഗം ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഉടനെ അവർക്ക് റിപ്ലൈ കൊടുത്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നത്. ഐ മീൻ, നമ്മൾ ഓവർ ജാട കാണിച്ച് ഇപ്പം റിപ്ലൈ കൊടുക്കേണ്ട ആ ഒരു മെന്റാലിറ്റി അല്ല കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ പോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചോണ്ട്, ഇപ്പൊ പല്ല് പോലും തേക്കാതെ, അല്ലെങ്കിൽ ഫോണിൽ തന്നെ 24 മണിക്കൂർ ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ നോക്കുക, അങ്ങനത്തേക്ക് ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഐ മീൻ, ആ ഒരു ടൈപ്പ് ആളായിരുന്നു ഞാൻ. അതിന്ന് മാറിയിട്ട് നല്ല രീതിക്ക് മാറ്റം കൊണ്ടുവന്നു. അതായത് അങ്ങനെ അധികം ഫോൺ നോക്കാതെ, ഫോൺ ഒട്ടും നോക്കില്ല എന്നല്ല കേട്ടോ, നല്ല രീതിക്ക് സ്ക്രീൻ സ്പേസ് കുറച്ചു. അതെനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു വെച്ചാൽ, എനിക്ക് ഒരുപാട് നല്ല കാമായിട്ടുള്ള, കാരണം രാവിലെ എണീക്കുമ്പോഴേ നമ്മൾ ഓരോ റീൽസും, അതായത് ആ ഒരു സോഷ്യൽ മീഡിയ ആ ഒരു ലെവലിലോട്ട് പോവാതെ രാവിലെ എണീച്ച ഉടനെ തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരോടും ഒന്ന് സംസാരിച്ച് കിളികളുടെ ശബ്ദവും അല്ലെങ്കിൽ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു ചെറിയൊരു ഇളം ചൂടും ആ ഒരു ലെവലിലോട്ട് മാറിയപ്പോൾ ഒരുപാട് മൈൻഡൊക്കെ ഒന്ന് വളരെ കാമായി ഭയങ്കര കൂൾ ഡൗൺ ആയിട്ട് പോകുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം മുന്നേ തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ 2023 സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്. 2023 ഒരു പകുതി വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് ജേർണലിംഗ് ചെയ്യാന്നുള്ളത് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഡയറി എഴുതുക എന്നൊക്കെ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിപ്പിക്കില്ലേ, ഡയറി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഡയറി എഴുതുമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ആകെ എഴുതാനുള്ളത്, ഞാൻ രാവിലെ എണീച്ചു, പല്ല് തേച്ചു, ചായ കുടിച്ചു, അങ്ങനത്തെ
ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കന്ന് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് ഡയറി എഴുതുന്നതെന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ആക്ച്വലി ഡയറി എഴുതുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ, അതായത് ഇപ്പോൾ എന്നും എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ എത്ര വൈകിലും ഇരുന്ന് എഴുതുന്നല്ല, എനിക്ക് ഓക്കെ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെൽത്ത് വൈസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ എഴുതും. അതേസമയം ഇപ്പോൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ഉറക്കം ശരിയായില്ല അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ നമ്മൾ ടോട്ടലി ടയർഡ് ആവുമല്ലോ, അന്നേരം ഒന്നും ഞാൻ ഡയറി എഴുതാറില്ല. അതൊക്കെ ഞാൻ അടുത്ത ദിവസമായിരിക്കും കേട്ടോ എഴുതുക. അപ്പോൾ അങ്ങനെ ഞാൻ ജേർണലിങ് ചെയ്യാൻ തുടങ്ങി. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ എന്താണോ എൻ്റെ മനസ്സ് തോന്നുന്നത് അത് ഞാൻ എഴുതും. അതായത് മേ ബി ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യും, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇപ്പോഴും നമുക്ക് ഇടയ്ക്ക് തോന്നും നമുക്ക് ഓരോരുത്തരെ കമ്പയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉറപ്പായിട്ട് നമുക്ക് വരും. നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മളങ്ങനെ ഒരു 100% നമുക്ക് അങ്ങനെ മാറുക അതൊന്നും പോസിബിൾ അല്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ ആ ഒരു ജീൻ അടഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ. സോ സ്വാഭാവികമായിട്ട് ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും കമ്പയർ ചെയ്യാനൊക്കെ തോന്നും. അല്ലെങ്കിൽ നമുക്ക് ചിലരോട് ചിലപ്പോൾ അവളൊക്കെ എന്തൊരു റീച്ചിലേക്കാണ് പോകുന്നത്. ഞാൻ ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് മാത്രം പറയുകയാണ് കേട്ടോ. അതേപോലെ ഇപ്പോൾ ഒരു ജോബിന്റെ കാര്യമാണെങ്കിൽ അവൾക്കൊക്കെ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, എന്നെക്കാളും സാലറി ഉണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ നമുക്കൊരു കുറച്ച് കുശുമ്പ് പോലത്തെ അങ്ങനെയൊക്കെ വരുമല്ലോ. അങ്ങനെ എന്ത് തോന്നിയാലും ഞാനത് ഡയറിയിൽ എഴുതും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ എനിക്ക് തോന്നി, അങ്ങനെ നമ്മൾ ഒന്നും അങ്ങനെ മറച്ചു വെക്കാതെ അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ട് ഞാൻ ഡയറി എഴുതും. പിന്നീട് ആ ഡയറി എഴുതുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ അത് എടുത്ത് വായിക്കുകയും ചെയ്യും. അതായത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും നമ്മൾ അത് എടുത്ത് വായിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയല്ലേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റണം അല്ലേ, അപ്പോൾ നമുക്ക് എന്താ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ മാറ്റാൻ, അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കര ലേസി ആയിരിക്കില്ല, അപ്പോൾ നമുക്ക് അതൊക്കെ എഴുതും. ഭയങ്കര ലേസി ആയിട്ട് തോന്നുന്നു, ഞാൻ ഭയങ്കര മടിച്ചിയാണ്, അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത തവണ അത് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓക്കെ നമുക്ക് പതുക്കെ അതിന്നൊക്കെ മാറണം എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതേപോലെ തന്നെ ഞാൻ എഴുതുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത്. സീരിയസ്ലി എൻ്റെ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത് എനിക്ക് ഒരുപാട് നല്ലൊരു കാര്യമാണ് കേട്ടോ. നല്ല കുറേ കാര്യങ്ങൾ സംഭവിച്ചെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത്. ചില ദിവസങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നല്ല ഫുഡ് കഴിച്ചതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എഴുതാറുണ്ട്. ഇന്ന് എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി, നന്നായിട്ട് ഉറങ്ങാൻ പറ്റി, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സിനിമ കാണാൻ പറ്റി, അങ്ങനെയൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്. അതേസമയം ഞാൻ നല്ല പ്രൊഡക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതും എഴുതും. അപ്പോൾ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഞാൻ ഉറപ്പായിട്ടും എന്ത് എഴുതും, എനിക്കിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റി, യൂട്യൂബിൽ ഇത്ര വ്യൂ കിട്ടി, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, അങ്ങനെ ഓരോന്നും ഞാൻ ഇപ്പോഴും യൂണിവേഴ്സിനോടാണ് താങ്ക്ഫുൾ ആയിട്ട് പറയാറുള്ളത്. സപ്പോസ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോഡിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ താങ്ക് യു അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ താങ്ക് യു ജീസസ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ താങ്ക് യു കൃഷ്ണ എന്നോ താങ്ക് യു ശിവ എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗോഡിനോട് താങ്ക്സ് പറഞ്ഞിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഞാൻ അങ്ങനെ എഴുതാറില്ല. ഞാൻ എഴുതാറുള്ളത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ താങ്ക്സ് പറയുന്നത് ആ കാര്യം കൂടെ എഴുതും. എനിക്കിന്ന് ഇത് എടുക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇത്ര മണിക്കൂർ പഠിക്കാൻ പറ്റി, ഇത്ര മണിക്കൂർ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, അതിനൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായത്, എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നും എഴുതാനുണ്ടാവില്ല എന്ന്, ഒരു തേങ്ങ എഴുതാനുണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി, രണ്ടാമത്തെ ദിവസം കടന്നുപോയി, അങ്ങനെ കുറച്ച് ദിവസം പോയി കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും, മീൻസ് എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് പറയുവാണ്, എനിക്ക് ഓട്ടോമാറ്റിക്കലി തോന്നാൻ തുടങ്ങി ഇതിപ്പോൾ എന്താ എല്ലാ ദിവസവും ഞാൻ നന്നായി ഫുഡ് കഴിച്ചു, ഞാൻ നന്നായി കിടന്നുറങ്ങി, എനിക്ക് നല്ല ഉറക്കം കിട്ടി, ഇത് മാത്രമേ എഴുതാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് എഴുതാനില്ല. സോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു നല്ല നല്ല കാര്യങ്ങൾ ജേർണലിൽ എഴുതാൻ പറ്റും. എന്ന് വെച്ചിട്ട് ജേർണലിൽ എഴുതാൻ വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നല്ല. ഐ മീൻ ഞാൻ എന്നെ ഫോഴ്സ് ചെയ്തിട്ട് ജേർണലിൽ എഴുതാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതല്ല. ബട്ട് എനിക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി തോന്നാൻ തുടങ്ങി ഞാൻ എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ നല്ല നല്ല കാര്യങ്ങളൊന്നും ആക്ച്വലി ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുറച്ച് മണിക്കൂർ ഇരുന്ന് പഠിക്കണം, വീഡിയോസ് എടുക്കണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ നമ്മൾ പതുക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ വർക്ക് ചെയ്യുന്നത് ശരിക്കും റിസൾട്ട് തരും. അതേപോലെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിലൊന്നും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഒരു യൂട്യൂബ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 500-400 ആ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി തുടങ്ങുന്നത്. സോ അപ്പോൾ തൊട്ട് എഴുതിയിട്ട് ഇപ്പോൾ അതൊരു 1.8K സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, സപ്പോസ് ഞാൻ ഇങ്ങനെ സ്വയം ചിന്തിച്ചു, ഞാൻ എങ്ങാനും ഇപ്പോൾ അത് ഒരിക്കലും ഞാൻ ഈ യൂട്യൂബിന്റെ കാര്യത്തിൽ നല്ലതായിട്ട് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ബേസിൽ പറയുവാണ്. അതായത് എനിക്ക് ഒരിക്കലും ഒരു അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു ജോലി കിട്ടിയാൽ ഉടനെ എനിക്ക് ഞാൻ ഭയങ്കര ജോലിക്കാരിയാണ്, എനിക്ക് ഭയങ്കര അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ആ ലെവലിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചു പോകാൻ പാടില്ല. സെയിം പോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കുറവുള്ള ഒരു സമയത്ത് നിന്ന് ഇപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ ഞാൻ കൂടി വന്നാലും എൻ്റെ ഉള്ളിൽ ഒരിക്കലും എന്തുണ്ടാവരുത്, ഒരു അഹങ്കാരം ഉണ്ടാവരുത്. അതായത് ഞാൻ വലിയ ആളാണ്, എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് ഇത്ര വലിയ ആൾക്കാരുണ്ട്, അങ്ങനെ ഞാൻ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ എനിക്കൊരു റിമൈൻഡറാണ്, ഞാൻ ഇത്രയും താഴ്ത്തുനിന്ന് കയറി വന്നതാണെന്നുള്ള ഒരു റിമൈൻഡറാണ്. അത് ഞാൻ മറന്നു പോവാതിരിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ ആക്ച്വലി ജേർണൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
എന്ന് വെച്ച് ഞാൻ അഹങ്കാരിയായി മാറും, അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും ആവരുത്. അതിനുവേണ്ടി ഒരു പ്രിക്കോഷൻ എടുക്കുകയാണ്. അങ്ങനെ എനിക്ക് പേഴ്സണലി ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത് ഒരു ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നത്. ബിക്കോസ് നമ്മൾ പുറകിലോട്ട് പോയിട്ട് അത് വായിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇന്ന ഫേസിലൂടെ കടന്നു വന്നതാണ്. അതേപോലെ തന്നെ ഓരോരുത്തരും നമ്മളെ മോശമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ, അതൊക്കെ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ അതെന്തിനാ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിയൽ ഫേസ് കാണിച്ചു തന്നല്ലോ, അതിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. സോ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അത്യാവശ്യം ഓക്കെ ആയതിനു ശേഷം അവർ നമ്മുടെ അടുത്തോട്ട് തിരിച്ചു വന്നിട്ട് അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയാലും നമുക്കതൊരു റിമൈൻഡറാണ്. നമ്മളെ ഒരു സമയത്ത് അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മക്കുറിപ്പ് നമ്മൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ രീതിക്ക് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ അല്ലെങ്കിൽ ജേർണലിംഗ് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സെയിം തിങ്, ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പേടിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പെടൽ എനിക്ക് ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും, ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ. ആ പേടികളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയസ്ലി ജേർണലിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് വേണമെങ്കിൽ തോന്നാമോ ജേർണലിംഗ് ഒക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ നമ്മൾക്ക് ആരോട് പറയാനില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മളെ ജഡ്ജ് ചെയ്യോ എന്നൊക്കെ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജേർണലിംഗിൽ എഴുതാം. എന്നിട്ട് നമ്മുടെ മൈൻഡ് ഓക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആകുമ്പോൾ നമുക്ക് തന്നെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഓക്കെ, അതായത് നമ്മളെപ്പോഴും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുമ്പോൾ, ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കില്ലേ. ഞാൻ വേർത്തിയല്ല, ഞാൻ ഓക്കെ അല്ല, ഞാൻ നല്ലതല്ല, ഞാൻ ഭയങ്കര മോശമാണ്, അങ്ങനെ കുറേ തോട്ട്സ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇതെല്ലാം നമ്മൾ ജേർണലിൽ എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മൈൻഡ് ഒന്ന് ഓക്കെ ആയതിനു ശേഷം അതെടുത്ത് വായിക്കുമ്പോൾ ഇതിനെല്ലാം ഉള്ള ഉത്തരം നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടും. നമുക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ എന്താണ് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം, ഇതൊക്കെ നിന്റെ വെറും തോന്നലല്ലേ, അല്ലെങ്കിൽ ഇതിന്ന് നീ എന്തൊക്കെ മാറ്റാനുണ്ട്, ഓക്കെ നീ അങ്ങനെ വേർത്തി അല്ലെങ്കിൽ നീ വേർത്തി ആവാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളുടെയും ഒരു ഉത്തരം നമുക്ക് തന്നെ സ്വയം കിട്ടി. അടുത്തൊരു കാര്യമാണ് ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാന്നുള്ളത്. അതായത് ഞാൻ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണെങ്കിൽ കൂടെ ഓക്കെ കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ കമ്പൽ ചെയ്തിട്ട് എന്നെ കൂടെ നടക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമായിരിക്കും എന്നെ. എനിക്ക് ചില സമയത്തൊക്കെ അറിയാം അവരെന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുന്നു, അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ പോകുന്നു, അതെനിക്ക് അറിയാം. എന്നിരുന്നാൽ കൂടെ വീണ്ടും അവർ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ഇപ്പം നോ പറയുക, ഓക്കെ ഇതവണ കൂടെ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിൽ ഞാൻ അത് സമ്മതിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ നോ പറയാൻ എനിക്ക് മടിയായിരുന്നു. പക്ഷെ ഞാൻ വളരെ പതുക്കെ അതായത് ഇതൊന്നും ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതല്ല. ഞാൻ പറഞ്ഞില്ലേ 2, 3, 4 വർഷമൊക്കെ എടുത്ത് ഞാൻ വളരെ പതുക്കെ ഒരു തയ്യാറായി വന്നൊരു കാര്യമാണ് ഇതൊക്കെ. ഈസി ആയിട്ട് നോ പറയാൻ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ സോറി കേട്ടോ എനിക്ക് പറ്റില്ല, അതിന് എക്സ്പ്ലനേഷൻ പോലും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് പറ്റാത്തത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്തിനാ, നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിക്കുകയാണ്. ദേഷ്യമൊന്നും തോന്നല്ലേ, എനിക്കത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ എക്സ്പ്ലനേഷൻ പോലും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പറ്റില്ല എന്ന ഒരു കാര്യം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ സോറി എനിക്കത് പറ്റില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ വളരെ പതുക്കെയാണ് പഠിച്ചതും അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് ആ ഒരു നോ പറയാൻ ഞാൻ പഠിച്ചതും ഒക്കെ വളരെ അടുത്തായിരുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ കമ്പൽ ചെയ്യുന്നതിന് പകരം അതിന്റെ ആവശ്യമില്ല, അവരെന്നെ മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പോൾ അവർ എന്ത് പറഞ്ഞാലും നോ പറയുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ എന്ത് ഹെൽപ്പ് ചോദിച്ചാൽ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓവർ സെൽഫിഷ് ആവുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നിരുന്നാൽ കൂടെ നമുക്ക് പറ്റാത്ത ചില കണ്ടീഷൻസ് വരും, അല്ലെങ്കിൽ പറ്റാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്കിത് പറ്റില്ല, എനിക്കിത് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ നമ്മുടെ പീസ് എന്താണെന്നുള്ളത് അവർക്ക് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. നമുക്ക് ഓക്കെ അല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ഒട്ടും പറ്റാത്തൊരു കാര്യത്തിനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ കമ്പൽ ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കാര്യമല്ല. ആരും നമുക്ക് വേണ്ടി അങ്ങനെ നിൽക്കത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഓവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അപ്പോൾ ഇത് അറിയുന്നതുകൊണ്ടായിരിക്കാം അവർ നമ്മളെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവർ യൂസ് ചെയ്യാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും നമുക്ക് നോ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളിൽ പെട്ടുപോയി ആ ലൂപ്പിൽ പെടാതെ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ പഠിക്കുക. ഇനി 4ാമത്തെ കാര്യമാണ് ഞാൻ എൻ്റെ സ്കിന്നിനും ബോഡിയും നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് കേട്ടോ. നല്ല രീതിക്കുള്ള മാറ്റവും എനിക്ക് അതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ വളരെ പതുക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നും ബോഡിയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനേക്കാളും പതുക്കെ നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ടും വർക്ക്ഔട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ നല്ല ഹോം റെമഡീസോ അല്ലെങ്കിൽ നല്ല സിറംസോ നമ്മുടെ സ്കിന്നിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതൊക്കെ നമ്മൾ ചെയ്ത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി, അതായത് ഒരിക്കലും കെമിക്കൽസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്കൊക്കെ വേഗം റിസൾട്ടൊക്കെ കിട്ടും. അത് അതിനനുസരിച്ചിട്ടുള്ള ദോഷങ്ങളും അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും. പക്ഷേ വളരെ പതുക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നല്ല, സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഓക്കെ കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബോഡി വെയിറ്റ് കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ട്രാൻസ്ഫോം ആവാൻ തുടങ്ങി. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, സ്കിന്നിൽ ഉണ്ടാകുന്ന ഓവർ പിമ്പിൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് കുറയാൻ തുടങ്ങി. അതൊക്കെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം ഞാൻ സ്റ്റാർട്ട് ആക്കാൻ തുടങ്ങി. അന്നേരം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനൊരു സന്തോഷമാണ്. അതായത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
സീരിയസ്ലി ഞാൻ ഈ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രീമല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹോം റെമഡീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കും. എന്തൊക്കെയാണ് വാരി തേക്കണത്, വലിയ മദാമയാന്ന വിചാരം, ഭയങ്കര കാട്ടിക്കൂട്ടലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ കുറേ അവരുടെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരും. ഞാൻ എന്നിട്ട് ആരും ഇല്ലാത്ത സമയത്ത് മാത്രം, അത് ആരും ഇല്ലാത്തൊരു ടൈം എന്നൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴല്ലേ ഉണ്ടാവുള്ളൂ, വീട്ടിൽ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വല്ലപ്പോഴും മാത്രം സ്കിൻ കെയർ ചെയ്യുക. അതായത് അവരെന്ത് പറയുക, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ റൂമിനകത്ത് തന്നെ ഇരിക്കുക, പുറത്തു പോകാതിരിക്കുക. അതിൻ്റെയൊക്കെ കാര്യം എന്തായിരുന്നു എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ക്രീമല്ല, അപ്പം നമ്മൾ എന്തെങ്കിലും ഹോം റെമഡീസോ എന്തെങ്കിലും ഫേസ് പാക്കുകളോ എന്തെങ്കിലുമൊക്കെ ഇട്ടുമെന്ന് വിചാരിക്കും. അത് എൻ്റെ മുഖത്തല്ലേ ഇരിക്കുന്നേ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ, അത് എൻ്റെ മുഖത്തിരിക്കുന്നതിന് ആർക്കാണ് നഷ്ടം? അത് ഞാൻ ചിന്തിക്കാൻ ഉള്ള ബോധം പോലും എനിക്കുണ്ടായിരുന്നില്ല. അയ്യോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വേഗം മുഖമൊക്കെ കുറച്ച് റൂമിനകത്ത് കയറിയിരിക്കുക, അല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോൾ മാത്രം സ്കിൻ കെയർ ചെയ്യാം, അങ്ങനെ. അതായത് മറ്റുള്ളവരെ ബോധർ ചെയ്യുക, ബേസിക്കലി അതാണ് കാര്യം. ഞാൻ മറ്റുള്ളവരെ ബോധർ ചെയ്യായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ മുഖത്തല്ലേ ഇടുന്നേ, അത് അവിടെ ഇരുന്നോട്ടെ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞോളാം എന്നുള്ള ആ ഒരു ലെവലിലോട്ട് എൻ്റെ തോട്ട് മാറിയപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സംസാര രീതി മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നിൽക്കുകയും ചെയ്തു, നമ്മൾ ചെയ്യാനും തുടങ്ങി, നമുക്കത് നല്ല റിസൾട്ടും തരാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന നല്ലൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്, അത് എനിക്കൊരു നല്ല ഹാബിറ്റ് ആയിരുന്നു കേട്ടോ. അത് ശരിക്കും നല്ല ഹാബിറ്റ് ആണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നല്ല നല്ല സിനിമകൾ കാണുക, അതായിരുന്നു ഞാൻ കൊണ്ടുവന്ന അടുത്തൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്. ഒരു സമയത്ത് ഞാൻ ഒട്ടും സിനിമ കാണാത്ത ഒരാളായിരുന്നു കേട്ടോ. സിനിമ കാണാന്നൊക്കെ പറഞ്ഞാൽ ഒരു സിനിമ തന്നെ ഞാൻ ഒരു 3, 4, 5 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു സിനിമ കാണുക. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവൻ എനിക്കൊരു സിനിമ പറഞ്ഞു തന്നു, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സോ അങ്ങനെ എന്തോ ഒരു സിനിമ. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ആ സിനിമ അവനെനിക്ക് കയറ്റി തന്നിട്ട് എടുത്ത് ഇത് കാണിട്ടോ എന്നുണ്ട്. അതൊരു 6 or 7 ദിവസം എടുത്തിട്ടാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, സിനിമ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതേസമയം മണിക്കൂറുകളോളം ഞാൻ ഫോൺ യൂസ് ചെയ്യാത്ത ആളെന്നല്ലല്ലോ ആ ടൈമിൽ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് ഇൻസ്റ്റയിൽ റീൽ കാണും, മറ്റടുത്ത് ഷോർട്സ് കാണും, അങ്ങനെ ഇരിക്കുമായിരുന്നു. അതെനിക്ക് പ്രശ്നമില്ല, അങ്ങനെ ഞാൻ എത്ര മണിക്കൂർ ഇരുന്നാലും എനിക്ക് ഓക്കെയാണ്. പക്ഷെ സിനിമ കാണാൻ എനിക്ക് വയ്യ, അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പതുക്കെ ഈ പറഞ്ഞല്ലോ സ്ക്രീൻ സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഞാനൊന്ന് കുറച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയ കുറച്ചതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് സ്ക്രീൻ സ്പേസ് കുറച്ച് ഫുള്ള് നാച്ചുറലോട്ട് ഇറങ്ങി. അങ്ങനെയൊന്നല്ല, ബാക്കി നമുക്ക് ഉള്ള ടൈം ഉണ്ടല്ലോ, ആ സമയം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന നേരം ഞാൻ ഇരുന്ന് നല്ല നല്ല സിനിമകൾ കാണും. നല്ല സിനിമകൾ എന്ന് പറഞ്ഞാൽ നല്ല കഥയുള്ള, അല്ലെങ്കിൽ പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, വളരെ നമ്മുടെ മോഹൻലാലും ശ്രീനിവാസിന്റെ ഒക്കെ കോംബോ ഉള്ള സിനിമകൾ, അല്ലെങ്കിൽ അതിൻ്റെയും പഴയ കുറേ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഉർവശിയുടെ ഒക്കെ പഴയ സിനിമകൾ, അങ്ങനത്തെ സിനിമകളൊക്കെ എടുത്ത് കാണും കേട്ടോ. എനിക്ക് ആക്ച്വലി അത് ഭയങ്കര സമാധാനം തരുമായിരുന്നു. ഞാൻ എൻ്റെ ഒരു മെന്റൽ പീസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. നല്ല സമാധാനം തരും, നല്ല നല്ല സിനിമകൾ, നല്ല നല്ല കഥകൾ, അങ്ങനെ എനിക്ക് ഒരുപാട് കുറേ സിനിമകൾ ഞാൻ കാണാൻ തുടങ്ങി കേട്ടോ. കുറേ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ ട്രോളും റീൽസും കണ്ട് സമയം വേസ്റ്റ് ആക്കുന്നതിലും എനിക്ക് ശരിക്കും അതൊക്കെ നല്ലോണം എനിക്കൊരു ഹാപ്പിനെസ് തരാൻ തുടങ്ങി. എനിക്ക് അത്രയേ ഉള്ളൂ, നല്ല ഹാപ്പി മൊമെന്റ് എനിക്ക് ഉണ്ടാക്കി തരാൻ തുടങ്ങി. സോ അതും ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ഒരു നല്ല ഹാബിറ്റാണ്. ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് കൂടിയാണ് കേട്ടോ. കുറേ നല്ല നല്ല സിനിമകൾ കാണുക എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ ഈ അടുത്ത് കൊണ്ടുവന്ന ഒരു ഹാബിറ്റാണ്. ഇതൊക്കെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അല്ലേ. അതായത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി ഒന്നും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് ഓക്കെ നാളെ തൊട്ട് ഞാൻ വേറൊരു മനുഷ്യനാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു കാര്യമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ. വെറും ബ്ലണ്ടറാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ന്യൂ ഇയർ ആവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ചില അപ്ഡേറ്റ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് നമുക്ക് തുടങ്ങാം. പക്ഷേ ഞാൻ പേഴ്സണലി അങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് പാലിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ന്യൂ ഇയർ ആവാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ന്യൂ ഇയർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. എനിക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം തോന്നിയാൽ ഞാൻ അത് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഒറ്റയടിക്ക് അങ്ങ് എൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും പോസിബിൾ അല്ല. ഞാൻ മനുഷ്യനാണ്, ഉറപ്പായിട്ട് ഞാൻ തെറ്റിക്കും. അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല. പക്ഷേ ന്യൂ ഇയർ റെസൊല്യൂഷന് വേണ്ടി കാത്തു നിൽക്കുക, അല്ലെങ്കിൽ ഓക്കെ ഇന്നൊരു ദിവസം ആവട്ടെ അന്ന് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ ആ ഒരു ദിവസം ഞാൻ എൻ്റെ പ്ലാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. ഓക്കെ നാളേക്ക് വേണ്ടി മാറ്റി വെക്കരുത്, ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. യാതൊരു കുഴപ്പമില്ല. അതിനിപ്പോൾ നല്ല ദിവസമോ നല്ല കാലമോ നല്ല നേരമോ അതൊന്നുമില്ല. നമ്മൾ എപ്പോൾ തുടങ്ങുന്നോ അതാണ് നമ്മുടെ സമയം. തുടക്കത്തിലൊക്കെ നമുക്ക് നല്ല ബോറിംഗ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഫോൺ നോക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ നമ്മൾ അത്രയും കാലം ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ അതിനൊക്കെ ഒരു കട്ട് ചെയ്ത് നമ്മൾ മാറുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. തുടക്കത്തിലൊന്നും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷേ പതുക്കെ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി മാറും. പിന്നെ നമുക്കത് ഇഷ്ടപ്പെട്ട് തുടങ്ങും, നമ്മൾ ഓക്കെ ആകും. നമ്മൾ ആക്ച്വലി നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു നമുക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും അതിൽ ഭയങ്കര കംഫർട്ടായി മാറും. സോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട. അതായത് നാളെ ആവട്ടെ, മറ്റന്നാളെ ആവട്ടെ, അടുത്തൊരു ദിവസം ആവട്ടെ, അല്ലെങ്കിൽ പുതിയൊരു മാസം ആവട്ടെ, 1-ാം തീയതി ആവട്ടെ, അങ്ങനെ ഒന്നും കാത്തു നിൽക്കണ്ട. ഇന്ന് തുടങ്ങുക. ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തുടങ്ങുക. അല്ലാതെ വേറൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരിക്കലും മാറ്റി വെക്കാതിരിക്കുക.
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് പെട്ടെന്നൊരു ചേഞ്ചസ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടില്ല. വളരെ പതുക്കെ, ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളെടുത്ത് പതുക്കെയാണ് എൻ്റെ ലൈഫിൽ ചെറിയ മാറ്റങ്ങളായിട്ട് വരാൻ തുടങ്ങിയത്. അതെനിക്ക് ഇപ്പം എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് നല്ല മാറ്റങ്ങൾ ആ ഒരു കാര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മാറ്റി എൻ്റെ ലൈഫിൽ കുറച്ച് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നതുകൊണ്ട് എനിക്കിപ്പം വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് എൻ്റെ ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഒരു കല്ലിൽ ഒരു ബക്കറ്റ് വെള്ളം അങ്ങനെ അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അതേസമയം ഡ്രോപ്പ് ആയിട്ട് വർഷങ്ങളോളം ആ വെള്ളം അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കല്ലിന് ചേഞ്ചസ് സംഭവിക്കും, ഷേപ്പ് മാറ്റം സംഭവിക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ലൈഫും നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അപ്പോൾ ആർക്ക് വേണ്ടിയും ഇനി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് മാറ്റാൻ വേറൊരാളും വരില്ല, നമ്മളെ സേവ് ചെയ്യാൻ ഒരു മിറാക്കിൾ പോലെ ഒറ്റ മനുഷ്യനും വരില്ല. അതിന് നമ്മൾ മാത്രം ശ്രമിക്കണം, നമുക്ക് മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. സോ ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ടൈമാണ്. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ആവട്ടെ എന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് വരട്ടെ എന്ന് ചിന്തിക്കാനോ നിൽക്കുന്നതിന് പകരം ഞാൻ ചെയ്തോളാം എന്ന് ചിന്തിച്ചിട്ട് ലൈഫ് സ്റ്റാർട്ടാക്കുക. ഒട്ടും വൈകിട്ടില്ല. എത്ര ഏജ് ആയാലും അല്ലെങ്കിൽ എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒട്ടും സമയം വൈകിട്ടില്ല. ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ നല്ലൊരു മാറ്റങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ, ഇപ്പം ഈ പറഞ്ഞ മാറ്റങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള, അപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫ് ബേസിലാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ന അപ്ഡേറ്റ്സ് ആണ് കൊണ്ടുവന്നത്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാലോ. സോ അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ എന്തൊക്കെ ആഡ് ആക്കണം, എന്തൊക്കെ വെട്ടിച്ചുരുക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. സോ അതൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ പതുക്കെ ചെയ്തു തുടങ്ങുക. വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് ലൈഫിൽ സംഭവിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ. വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.